അങ്ങനെ ലോകമെമ്പാടുമുള്ള ആൾക്കാർ പുതിയൊരു വർഷം വരവേൽക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലായിരിക്കും അല്ലേ. ലോകത്തിലുള്ള പല ഭാഗങ്ങളിലും ന്യൂ ഇയർ സെലിബ്രേഷൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് എൻ്റെ ന്യൂ ഇയർ സെലിബ്രേഷൻ ട്രിവാൻഡ്രം ലുലു മോളിലാണ്. ഇതൊരു ബിഗ് ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ന്യൂ ഇയർ സെലിബ്രേഷൻ കറക്റ്റ് 12 മണി കഴിഞ്ഞപ്പോൾ തന്നെ അത് കഴിഞ്ഞായിരുന്നു. 12 മണിക്ക് ശേഷം സെലിബ്രേഷൻ നടക്കരുതെന്നാണ് റൂൾ വന്നിരിക്കുന്നത്. ആൻഡ് അതൊരു നെഗറ്റീവായിട്ട് തോന്നിയെങ്കിലും കൂടുതലായിട്ടുള്ള ഇഷ്യൂസും പ്രോബ്ലംസും ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നിയമം വന്നിരിക്കുന്നത്. കമ്പയർ ചെയ്ത് നോക്കിയാൽ എനിക്ക് കുറച്ചും കൂടി ഫാമിലീസ് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വരുന്നതായിട്ട് എനിക്ക് തോന്നി. അതെന്തായാലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. സാധാരണ യങ്സ്റ്റേഴ്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ കാണുന്നത്. എപ്പോഴും അങ്ങനെ തന്നെ ആണെങ്കിലും കുറച്ചും കൂടി കൂടുതൽ ഫാമിലീസിനെ എനിക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും പുതിയ പ്രതീക്ഷകളോട് കൂടിയും പുതിയ ലക്ഷ്യങ്ങളോട് കൂടിയായിരിക്കും നമ്മളിൽ ഒരുപാട് ആൾക്കാർ പുതിയൊരു വർഷത്തിലേക്ക് തയ്യാറെടുക്കുന്നത്. ആൻഡ് ഓൾമോസ്റ്റ് ആൾക്കാർ ഒരു ടു ഡു ലിസ്റ്റൊക്കെ ഈ വർഷം ചെയ്യാനായിട്ടുള്ള ടു ഡു ലിസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കും. 2023 കഴിഞ്ഞ വർഷം നമുക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ച നെഗറ്റീവായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മൾ കുറേ ലെസൺസ് പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്നെല്ലാം കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് പുതിയൊരു വർഷം എല്ലാവരും വരവേൽക്കാനായിട്ട് റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അതിൻ്റെ ഒരു പോസിറ്റിവിറ്റിയിലും സെലിബ്രേഷൻ്റെ ഒരു ഹാങ് ഓവറിലുമാണ് ഓൾമോസ്റ്റ് ആൾക്കാരും ഇവിടെ. അത് മാത്രമല്ല 12 മണി ആകും തോറും നമ്മുടെ ന്യൂ ഇയറിനോട്ട് അടുക്കും തോറും സെലിബ്രേഷൻ കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ട് വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഒരുപാട് ഭാഗത്ത് ഇതുപോലെയുള്ള പാർട്ടീസും ന്യൂ ഇയർ സെലിബ്രേഷൻസും ഉണ്ടായിരുന്നു. അതിനെല്ലാത്തിനും കർശന നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്നു. 1500ഓളം പോലീസുകാരെയാണ് ഗവൺമെൻറ് അതിന് വേണ്ടിയിട്ട് നിയമിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്രയും വലിയൊരു പാർട്ടി സെലിബ്രേഷൻസ് പല സ്ഥലങ്ങളിലായിട്ട് നടക്കുമ്പോൾ അതിനെ ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ളത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും സെലിബ്രേഷൻസും പാർട്ടീസും എല്ലാം അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഏകദേശം 12 മണി ആകാറായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 12 മണി ആകാറായി, അല്ലെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ഇയർ ആകാറാകുമ്പോഴാണല്ലോ ആ ഒരു പാർട്ടിക്ക് കുറച്ചും കൂടി വൈബും കുറച്ചും കൂടി നല്ല രീതിയിൽ എനർജറ്റിക് ആയിട്ട് വരിക. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നതായിരിക്കും. പക്ഷേ എന്തായാലും 12 മണി വരെ മാത്രമേ നമ്മുടെ ഈ സെലിബ്രേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. 12 മണി കഴിയുമ്പോൾ എന്തായാലും ഇത് അപ്പോൾ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. 12 മണി കഴിഞ്ഞപ്പോൾ തന്നെ എന്തായാലും പാർട്ടിയെല്ലാം ഓവറായി. എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ വിഷൊക്കെ ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ, പുതുവത്സരാശംസകൾ ഞാൻ നേരുന്നു. എല്ലാവരുടെയും ന്യൂ ഇയർ റെസൊല്യൂഷൻസും ന്യൂ ഇയർ പ്ലാൻസും എല്ലാം നല്ല രീതിയിൽ ന്യൂ ഇയറിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കട്ടെ. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ, ടേക്ക് കെയർ, ബൈ.